ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മെർലിൻ. ആദരവിന്റെ നിറവിൽ ശ്രേയസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകളെയും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ച് നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഫ്ലവേഴ്സ് 24 ചാനലുകൾ നൽകിയ ആദരവ് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ഏറ്റുവാങ്ങി. മുളയുൽപ്പന്ന കരകൗശല നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. നബാർഡ് ഉറവിട അധിഷ്ഠിത നിർത്തട വികസന പദ്ധതിയുടെ ഭാഗമായി മുളയുൽപ്പന്ന കരകൗശല നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. മുള അധിഷ്ഠിത കരകൗശല നിർമ്മാണത്തിന്റെ വിവിധ പരിശീലനം ലഭിച്ച വനിതകൾക്ക് നബാർഡിന്റെ സഹായത്തോടെ ശ്രേയസിന്റെയും വില്ലേജ് നീർത്തട കമ്മിറ്റിയുടെയും സഹകരണത്തോടെ പദ്ധതികൾ നടപ്പാക്കുന്നത്. മുളയുൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ശ്രീ ബൈജു കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 1-ാം വാർഡ് മെമ്പർ ശ്രീ സിജു അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രേയസ് പ്രോഗ്രാം മാനേജർ KV ഷാജി പദ്ധതികൾക്ക് വിശദീകരണം നടത്തി. ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ശ്രേയസ് കാസർഗോഡ് മേഖലയിലെ തിരുമേനി യൂണിറ്റിന്റെ നന്മ സ്വാശ്രയ സംഘം വയനാടിന് ഒരു കൈത്താങ്ങായി ബിരിയാണി ചലഞ്ച് നടത്തി. ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ റെവറൽ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ബിരിയാണി ചലഞ്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ സംഘം പ്രസിഡന്റ് ശ്രീ റോബിൻ, സെക്രട്ടറി ശ്രീ സിജോ, PRO ശ്രീ സാജൻ, യൂണിറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീമതി മഞ്ജു ജേസൺ എന്നിവർ സംസാരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ കൈത്താങ്ങുമായി ശ്രേയസ്. ബത്തേരി മേഖലയുടെ ആഭിമുഖ്യത്തിൽ കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ പായയും ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, പ്രോഗ്രാം ഓഫീസർ ജിലി ജോർജ്, ബത്തേരി മേഖലാ പ്രോഗ്രാം ഓഫീസർ പോൾ PF, മലങ്കര യൂണിറ്റ് CDO സാബു PV, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ധീരതയ്ക്ക് അവാർഡ്. കാസർഗോഡ് മേഖലയിലെ ചെറുപുഴ യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂജാ സംഘത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു. കോഴിച്ചാൽ പ്രദേശത്ത് വെള്ളം കയറി പാലം തകർന്ന് ഒറ്റപ്പെട്ടുപോയ കുടുംബത്തിലെ കുട്ടിയെ രക്ഷിക്കുകയും വയനാട് ദുരിതാശ്വാസ മേഖലയിലെ സജീവമായ പ്രവർത്തനങ്ങൾ ചെയ്ത ശ്രീ പ്രശാന്തിനെ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി TA മൊമന്റോ നൽകി അനുമോദിച്ചു. മാനന്തവാടി യൂണിറ്റ് വിലയിരുത്തൽ മീറ്റിംഗ് നടത്തി. മാനന്തവാടി യൂണിറ്റ് കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷക ദിനവും കാർഷിക സെമിനാറും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ റോയി വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ച പരിപാടി ഫാദർ ജോൺ പനച്ചിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മികച്ച കർഷകൻ, മികച്ച കർഷക, മികച്ച യുവകർഷകൻ, മികച്ച യുവകർഷക, മികച്ച ക്ഷീരകർഷക എന്നീ 3 കാറ്റഗറികളിലായി 6 പേരെ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സീഡ് ബോൾ ശേഖരിക്കുകയും അത് കുറുക്കൻമൂല ഫോറസ്റ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീമതി പ്രമീള, ശ്രീമതി സ്നേഹ, യൂണിറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസറായ ശ്രീമതി ഷീബ ജോർജ്, ശ്രീമതി ശാന്ത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഏകദിന നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നീലഗിരി മേഖലയിലെ പാട്ടവേൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ബിജോഷ് അധ്യക്ഷത വഹിച്ചു. മുൻ സെൻട്രൽ കോർഡിനേറ്റർ ലില്ലി വർഗീസ്, മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് EP എന്നിവർ ക്ലാസ് എടുത്തു. ശ്രീമതി ഗ്രേസി ജോസ്, യൂണിറ്റ് CDO ശ്രീമതി ലിസി ഷാജി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീമതി ഝാൻസി, ശ്രീമതി സെലിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 22 സ്വാശ്രയ സംഘങ്ങളിൽ നിന്ന് 75 ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്തു. ജൈവവള വിതരണം നടത്തപ്പെട്ടു. നീലഗിരി മേഖലയിലെ ചെളിവേൽ യൂണിറ്റും ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൈവ കൃഷി പരിപോഷണ പരിശീലനം നടത്തപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ PV സാബു അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ S പരമളം ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ചെയർപേഴ്സൺ ശ്രീമതി കീർത്തന, യൂണിറ്റ് സെക്രട്ടറി ഷെൽജി ഷാബു, സാലി പീറ്റർ, ലിസി വർഗീസ്, ജെസി രാജേന്ദ്രൻ, CDO ഷൈനി ജെയിംസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിപാടിയിൽ 50 അംഗങ്ങൾ പങ്കെടുത്തു. ശ്രേയസ് നീലഗിരി മേഖലയിലെ പുത്തൂർവയൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തൽ മീറ്റിംഗിനോടനുബന്ധിച്ച് ആരോഗ്യ പരിപാലന ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജേക്കബ് ചുണ്ടക്കാട് അധ്യക്ഷത വഹിച്ചു. ഗൂഡല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിട്ടയർഡ് നഴ്സ് സൂപ്രണ്ട് ശ്രീമതി റൂബി ലിൻറ്റൺ ക്ലാസ് നയിച്ചു. തുടർന്ന് യൂണിറ്റ് ഡയറക്ടർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിൽ നിസ്തുല്യമായി സേവനം ചെയ്ത ശ്രീ രാജശേഖരന് ആദരവ് നൽകി.
കൂടാതെ മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പങ്കെടുത്ത ശ്രേയസ് അംഗങ്ങളായ ശ്രീമതി നിഷ സുധീഷിനും ശ്രീമതി രജനി സത്യനും മൊമന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് CDO പി ഷാജി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മെഡിക്കൽ ക്യാമ്പ് നടത്തി. ശ്രേയസ് പുൽപ്പള്ളി മേഖലയിലെ പാക്യം യൂണിറ്റും അമേരി കെയർ ഓർഗനൈസേഷനും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. മഴക്കാല ജലജന്യ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണവും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. മെഡിക്കൽ ക്യാമ്പ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കൊല്ലമാങ്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞുമോൻ വി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ബിന്ദു പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. 100-ൽ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് ശ്രേയസ് ജെൻഡർ കോർഡിനേറ്റർ ബിനി തോമസ്, യൂണിറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക ദിനം ആചരിച്ചു. കോഴിക്കോട് മേഖല കൂടരഞ്ഞി യൂണിറ്റ് കർഷക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മഞ്ഞിത്തോട്ടം അധ്യക്ഷനായിരുന്ന പൊതുസമ്മേളനം കൂടരഞ്ഞി പഞ്ചായത്ത് അംഗം ജെറീന റോയ് ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് സംഘങ്ങളിലെ മികച്ച കർഷകനായി കൂടരഞ്ഞി കർഷക സംഘം പ്രസിഡന്റ് മനുമോൻ പൈമ്പിള്ളിയിൽ, ഗുഡ് ഷെപ്പേർഡ് സംഘത്തിലെ പ്രസിഡന്റ് ജോബി ജോസ് പുതിയെടുത്ത് എന്നിവരെയും, മികച്ച ക്ഷീര കർഷകനായി ജിനേഷ് തെക്കനാട്ടിനെയും, മികച്ച കർഷകനായി ദീപം സംഘത്തിലെ ജെസി, ഷൈൻ കോമ്പാറ, റെനി വിനു എന്നിവരെയും മൊമന്റോ നൽകി ആദരിച്ചു. കൂടരഞ്ഞി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷൈജു ജോസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മിനി, കമ്മിറ്റി അംഗങ്ങളായ സജി, ഷിജി, CDO ജോസ് എന്നിവർ സംസാരിച്ചു. കൂടരഞ്ഞി കർഷക സംഘം, ഫിനിക്സ്, ഗുഡ് ഷെപ്പേർഡ് എന്നീ കർഷക സംഘങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി. മാനന്തവാടി മേഖലയിലെ തരിയോട് യൂണിറ്റിലെ നിറവ്, ജ്വാല, സൂര്യപ്രഭ എന്നീ സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വാർഷികാഘോഷം വൈത്തിരി ചാരിറ്റി സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. യൂണിറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഷിനി, വാർഡ് മെമ്പർ ശ്രീമതി ഡോളി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ബോധവൽക്കരണ സെമിനാറും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നീലഗിരി മേഖല മാങ്ങോട് യൂണിറ്റിലെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KE പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച പരിപാടി മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് CP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മെൽബിൻ അസീസ് ക്ലാസുകൾ നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഓമന സണ്ണി, യൂണിറ്റ് CDO ബേബി K, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ കലൈ സെൽവി, സാലി മാത്യു, ലളിതാമ്മ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടുകൂടി ശ്രേയസ് വാർത്തകൾ ഇവിടെ അവസാനിച്ചു. വീണ്ടും കാണാം. നന്ദി.